വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇന്ന് ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ യുവതി കൊല്ലപ്പെട്ടു. ഇതോടെ വെടിനിർത്തലിന് ശേഷം മാത്രം ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 615ആയി. ആകെ മരണസംഖ്യ 72,000 കവിഞ്ഞു. അബ്ബാസ് മുഹമ്മദ് ചെയ്ത വിശദാംശങ്ങൾ നൽകാൻ. അബ്ബാസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഗസ പുനർനിർമ്മാണം, ഒപ്പം ഈ റഫ അതിർത്തി തുറന്നതിന് ശേഷം ഭാഗികമായെങ്കിലും ഗസ ജനതയ്ക്ക് സഹായം ലഭിക്കുന്നെന്നുള്ള ആശ്വാസകരമായ റിപ്പോർട്ടായിരുന്നു. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ആക്രമണം ശക്തമാക്കുകയാണോ ഇസ്രായേൽ? എന്താണ് സാഹചര്യം? അതെ ജീന, ഈ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊക്കെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബോർഡ് ഓഫീസുമായി ബന്ധപ്പെട്ട യോഗം വാഷിംഗ്ടണിൽ ചേരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു. ഈ ഒരു സമയത്തും ഇസ്രായേൽ അതിൻ്റെ ആക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ വസ്തുത. അത് എല്ലാ ദിവസം എന്നുള്ള രീതിയിലും നടത്തുന്നുണ്ട്. തുടർച്ചയായ 135ാമത്തെ ദിവസമാണ് ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് 27കാരിയായിട്ടൊരു ഒരു യുവതിയാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. അതോടൊപ്പം 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഗസയിലെ ഫലസ്തീനിലെ ന്യൂസ് ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം 2 മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ഇതോടുകൂടെ ഈ ഒക്ടോബർ 10 നിലവിൽ വന്ന 2ാം ഘട്ട വെടിനിർത്തലിന് ശേഷം മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 615ആയി. ഈ 615 പേരിൽ 200ഓളം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതോടുകൂടെ തന്നെ 85 സ്ത്രീകളാണ്, ബാക്കി പ്രായമുള്ളവരാണ്. ഇങ്ങനെ ഇത്രയും പേരാണ് ഈ ഗസയിലെ വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇതോടുകൂടെ തന്നെ ഈ 2 വർഷമായി തുടരുന്ന ആക്രമണത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 72,070 കവിയുന്നു. ആകെ പരിക്കേറ്റവരുടെ എണ്ണം 1,71,000 കവിയുന്നു. ഇത് ഗസയുടെ ഒരു ഭാഗത്ത് നടക്കുന്ന ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണമാണ്. ഇത് പരിക്കേറ്റവരെ കുറിച്ചും അതുപോലെ മരിച്ചവരെ കുറിച്ചും മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുകൂടാതെ തന്നെ അവിടെ അവശ്യ വസ്തുക്കൾ കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, മരുന്ന് കിട്ടാതെ ഒക്കെ വിഷമസന്ധിയിലായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണമോ വെള്ളമോ മെഡിക്കൽ സപ്ലൈസോ നടത്താൻ ഇതുവരെ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇസ്രായേലിൻ്റെ പിടിവാശി മൂലം കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം റഫ അതിർത്തി നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴും വളരെ പരിമിതമായ അളവിൽ മാത്രമാണ്, ഉദ്ദേശിച്ചതിലും 43% മാത്രമാണ് ഈ റഫ അതിർത്തി വഴിയുള്ള പോക്കുവരവുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അടിയന്തരമായിട്ടുള്ള മെഡിക്കൽ ഇവാക്യുവേഷന് വേണ്ടിയിട്ടുള്ള 20,000-ഓളം ആളുകൾ, ഫലസ്തീനികൾ ഈ ഒരു റഫയിൽ ചികിത്സ കാത്തുകെട്ടി കഴിയുന്ന സമയത്താണ് 50-ൽ താഴെ മാത്രം ആളുകളെ ഈ അതിർത്തി വഴി ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗസയിൽ യുദ്ധം ആരംഭിച്ച ഉടനെ ഈജിപ്തിലേക്ക് പോയ ആളുകൾ വളരെ പരിമിതമായ അളവിൽ ഗസയിലേക്ക് തിരിച്ചു വരുന്നുമുണ്ട്. ഇതാണ് ഗസയിൽ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിൻ്റെ ആക്രമണം ശക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ റമദാന് ശേഷം മാത്രം 100ഓളം ആളുകളെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ തടങ്കൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഡിറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഗസയിലെ സ്ഥിതിവിശേഷമെങ്കിൽ ഇത് ബോർഡ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ $17 ബില്യൺ സഹായമായി ഗസയിൽ ഒരു വലിയ പുനർനിർമ്മാണ പാക്കേജ് യുഎസിൻ്റെ നേതൃത്വത്തിൽ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ അറബ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു സമിതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഫലസ്തീൻ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട ഒരു ലൈസൺ ഓഫീസ് തുറക്കാൻ ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിൽ ഒരു ലൈസൺ ഓഫീസ് തുറക്കാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ഈ ലൈസൺ ഓഫീസ് എന്ന് പറയുമ്പോൾ അത് ഗസയിലെ പുനർനിർമ്മാണ പ്രക്രിയകൾക്ക് ഒരു മധ്യവർത്തിയായി, മിഡിൽമാനായി പ്രവർത്തിക്കേണ്ട ഒരു സമിതിയായിട്ട് ഈ ഫലസ്തീൻ അതോറിറ്റിയുടെ ബോഡി ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ ഇതോടുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി, ഈ ഗസയുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ, ഈ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഇടയിലുള്ള വെടിനിർത്തൽ കരാർ ഉണ്ടായ വേളയിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഗസയുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു പ്രത്യേക സമിതിക്ക്, ടെക്നോക്രാറ്റിക് സമിതിക്ക് കൈമാറുമെന്നുള്ളതാണ്. ഫലസ്തീൻ അതോറിറ്റിയിലെ ഒരു വകുപ്പ് മന്ത്രിയായിരുന്ന അലി ഷാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇക്കാര്യത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഇതുവരെ ഗസയിൽ പ്രവർത്തിക്കാനായിട്ടില്ല. നിലവിൽ കൈറോയിലാണ് അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തണമെന്ന് ഹമാസ് അടക്കമുള്ള സംഘടനകളും അതുപോലെ അന്താരാഷ്ട്ര സമൂഹവും നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. എങ്കിലും ഇസ്രായേലിന്റെ പിടിവാശി മൂലം അവർക്ക് ഇതുവരെ ഗസയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ഗസയിൽ 615 പേരാണ് കൊല്ലപ്പെട്ടത്. വംശഹത്യ തുടരുകയാണ് ഇസ്രായേലിന്റെ. ഇന്ന് ഒരു യുവതിയും കൊല്ലപ്പെട്ടു. വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്.